ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുഖ്യപ്രതികൾ ഇഡിക്ക് നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം. മുരാരി ബാബു, എൻ വാസു, എസ് ജയശ്രീ എന്നിവരുടെ മൊഴികളിലാണ് വൈരുദ്ധ്യം. കേസിലെ സ്വന്തം പങ്കാളിത്തം മറച്ചുവെക്കുന്ന മൊഴികളാണ് പ്രതികൾ ഇഡിക്ക് നൽകുന്നത്. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഒരുങ്ങുകയാണ് ഇഡി. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ജിജീഷ്, 3 പേർക്കും പറയാൻ 3 പക്ഷേ ചെയ്തത് ഒരൊറ്റ കുറ്റകൃത്യം. അപ്പോൾ ഇനി ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം അതിലെ ആ സുതാര്യതയിലേക്ക് കടക്കാൻ ഇഡിക്ക് മുൻപിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് ഉള്ളത്? ഒപ്പം ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് ഈ കേസിൽ എത്രത്തോളം നിർണായകമാകും ജിജീഷ്? അശ്വതി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലുകൾ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുമ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നതും ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ എന്ന് പറയുന്നതും ഈ മൊഴികളിൽ വലിയ വൈരുദ്ധ്യമാണ്. അത് എൻ വാസു ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റാണ്, ദേവസ്വം മുൻ കമ്മീഷണറാണ്. ഒപ്പം തന്നെ മുരാരി ബാബു ജിജീഷ്, ചെറിയൊരു സാങ്കേതിക തടസ്സം താങ്കളുടെ ശബ്ദത്തിൽ നേരിടുന്നു. ബന്ധമില്ലാത്ത നിരവധി തുടരാം. അശ്വതി, നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഇക്കാര്യത്തിൽ വലിയ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഈ വൈരുദ്ധ്യങ്ങൾ, മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കൃത്യമായി തന്നെ പുറത്തു വരുന്നത്. അത് എസ് ജയശ്രീയുടെ ആണെങ്കിലും, മുൻ ദേവസ്വം സെക്രട്ടറി ആണെങ്കിലും, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൻ്റേതാണെങ്കിലും, ദേവസ്വം മുൻ പ്രസിഡന്റ് എൻ വാസുവിൻ്റേതാണെങ്കിലും എല്ലാം തന്നെ മൊഴികൾ പരിശോധിക്കുമ്പോൾ അതിൽ കൃത്യമായി തന്നെ വൈരുദ്ധ്യങ്ങൾ, വ്യത്യാസങ്ങളുണ്ട്. കാരണം പലപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില ഇടപാടുകൾ എന്നിവയെ സംബന്ധിച്ചും എല്ലാം തന്നെ മൊഴി നൽകുമ്പോൾ പോലും തങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ തങ്ങളുടെ പങ്കാളിത്തം മറച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായി തന്നെ ഈ 3 പ്രതികൾ ആദ്യഘട്ടത്തിൽ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടെത്തിയത് ഇത് മാത്രമാണ്. എന്നാൽ 6ഓളം പേരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മൊഴികൾ വിശദമായി തന്നെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ച മൊഴികൾ വെച്ച് നോക്കുമ്പോഴാണ് ഈ 3 പേർ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ എന്ന ഒരു നടപടിക്രമത്തിലേക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുന്നത്. ആദ്യം തന്നെ ഇഡി സൂചിപ്പിച്ച കാര്യം അതുതന്നെയാണ്. നേരത്തെ നമ്മളത് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുകൾ അനിവാര്യമായി വരും. പ്രത്യേകിച്ച് എൻ വാസു, ഡി സുധീഷ് കുമാർ, എൻ വാസുവിന്റെ സെക്രട്ടറിയായി അടക്കം പ്രവർത്തിച്ച ആളാണ്. ഇവർ എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ പറയുന്നത് എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. ജയശ്രീക്കൊപ്പം മറ്റ് ആളുകളെ ഈ കേസിലെ പ്രതികളെ ചോദ്യം ചെയ്യണം. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അങ്ങനെ ഏറ്റവും നിർണായകമായ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുകളിലൂടെ മാത്രമായിരിക്കും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കാൻ ഉള്ള കാര്യങ്ങൾ ആരെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്, കേസിനെ വഴിതിരിച്ചു വിടാനും അന്വേഷണം വഴിതിരിച്ചു വിടാനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനുള്ള മൊഴികൾ നൽകിയത് ആരാണ് എന്ന് കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മൊഴികളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പ്രധാനപ്പെട്ട കണ്ണി ഇനി ചോദ്യം ചെയ്യലിന് വിധേയനാകാനുണ്ട്. ഇതുവരെ മറ്റ് ആളുകളെയാണ് ചോദ്യം ചെയ്തത്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രതികളുടെ എല്ലാം ചോദ്യം ചെയ്യൽ. ജിജീഷ്, ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇതുവരെ SIT അന്വേഷണത്തിൽ നിന്നും എന്ത് വ്യത്യസ്തമായ രീതിയിലാണ് ഇഡി എത്തുമ്പോൾ ഈ ശബരിമല സ്വർണ്ണ കവർച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നീങ്ങുന്നത്? ഈ 2 അന്വേഷണ സംഘവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യസ്തതകളൂടെ ഒന്ന് സൂചിപ്പിക്കാം. അശ്വതി, SITയുടെ അന്വേഷണത്തിൽ പലപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ചില ഇടപെടലുകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പല ഉന്നതരെയും സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മനഃപൂർവ്വം ചില ആളുകളെ കൂടുതലായി കേസിൻ്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ ഈ SIT നടത്തിയിട്ടുണ്ട്. എങ്കിൽ SITക്ക് അപ്പുറം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, കാരണം കോടതിയുടെ നിരീക്ഷണത്തിലാണ്, കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും SITക്ക് മേൽ പോലും സമ്മർദ്ദങ്ങൾ ചെലുത്താനുള്ള ചില ഇടപെടലുകൾ ഉണ്ട് എന്ന വലിയ തോതിലുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും അന്വേഷിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിലെ കള്ളപ്പണ ഇടപാടുകൾ, പണം ആർക്കെല്ലാം പോയിട്ടുണ്ട്, ഡൽഹിയും ബംഗളൂരുവും കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള വലിയ ഇടപാടുകൾ, പ്രത്യേകിച്ച് ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. പല ആളുകളുമായും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഉണ്ടായിരുന്നു, വലിയ ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നു, വലിയ സ്വത്തുവകകൾ
തുകകൾ അവിടെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണമുണ്ട്. ഒപ്പം തന്നെയാണ് ഈ പ്രതികളുടെ ആസ്തികൾ സംബന്ധിച്ച് അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട്. ഇപ്പോഴും SITയുടെ പരിധിയിൽ വരാത്ത നിരവധി ആളുകളുണ്ട്, ഉന്നതരായ ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളുകൾ. എന്നാൽ അവരെ തന്ത്രപൂർവ്വം രക്ഷിക്കുകയാണോ എന്ന് വ്യക്തമാകണമെങ്കിൽ അക്കാര്യത്തിൽ വിശദമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടി വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല വിവരങ്ങൾ വ്യക്തമാണ്. ജിജീഷ്, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുഖ്യപ്രതികൾ ഇഡിക്ക് നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം. അപ്പോൾ ആ വൈരുദ്ധ്യം മാറ്റാൻ ഇവരെ മൂന്നുപേരും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ജിജീഷാണ് കൊച്ചിയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.